നമസ്കാരം. എല്ലാ യു കെ മലയാളികൾക്ക് ഗുഡ് മോർണിംഗ് യുകെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. വടക്കൻ അറ്റ്ലാന്റിക് സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ ഭീഷണികളെ നേരിടുവാൻ റോയൽ നേവിയുടെ ആദ്യത്തെ ക്രൂലെസ് ഹെലികോപ്റ്ററിന്റെ വിജയകരമായ ആദ്യ പറക്കൽ പൂർത്തിയാക്കി. പ്രോട്ടിയസ് എന്ന പേരിലുള്ള ഈ ഹെലികോപ്റ്റർ സബ്മറീനുകളെ കണ്ടെത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനും ഉൾപ്പെടെ ഉയർന്ന അപകട സാധ്യതയുള്ള ദൌത്യങ്ങൾ നിർവഹിക്കുവാൻ രൂപകൽപ്പന ചെയ്തതാണ്. കോർൺവാളിലെ പ്രഡാനാഗ് എയർഫീൽഡിൽ നടത്തിയ പരീക്ഷണ പറക്കലിലാണ് പ്രോട്ടിയസ് ആദ്യമായി ആകാശത്തെത്തിയത്. പൈലറ്റ് ഇല്ലാതെ തന്നെ സ്വയം നിയന്ത്രണ സംവിധാനങ്ങളിലൂടെ പറക്കുവാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഹെലികോപ്റ്റർ വികസിപ്പിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് പ്രതിരോധ കമ്പനിയായ ലിയനാർഡോ യുകെയാണ് ഏകദേശം 60 ദശലക്ഷം പൌണ്ടിന്റെ പദ്ധതിയുടെ ഭാഗമായി പ്രോട്ടിയസ് വികസിപ്പിച്ചത്. പരമ്പരാഗത കോക്പിറ്റിന് പകരം അത്യാധുനിക സെൻസറുകളും കമ്പ്യൂട്ടർ സംവിധാനങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയ സ്വയം തീരുമാനമെടുക്കൽ സംവിധാനങ്ങളുമാണ് ഹെലികോപ്റ്ററിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് ഭീഷണിയെ ശക്തമായി വിമർശിച്ച് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. യുകെക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ 10% താരിഫ് ചുമത്തുവാനുള്ള ട്രംപിന്റെ തീരുമാനം പൂർണ്ണമായും തെറ്റായ നടപടിയാണെന്ന് സ്റ്റാർമർ പറഞ്ഞു. വിഷയത്തിൽ സർക്കാരും പ്രതിപക്ഷ നേതാക്കളും ഒരുമിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. ഗ്രീൻലാൻഡിലെ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ചൂണ്ടിക്കാട്ടിയാണ് നാറ്റോ അംഗങ്ങളായ യുകെ, ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഫെബ്രുവരി 1 മുതൽ 10% താരിഫ് ഈടാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. ഗ്രീൻലാൻഡിൽ സൈനിക സാന്നിധ്യം നിലനിർത്തുന്ന രാജ്യങ്ങളെയാണ് ഈ നടപടികൾ ലക്ഷ്യമിടുന്നതെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. ജൂൺ 1-നകം ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നതിനുള്ള കരാറുണ്ടാക്കാത്ത പക്ഷം താരിഫ് 25% ഉയർത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. മധ്യപൂർവേഷ്യയിൽ ഉയർന്നുവരുന്ന സുരക്ഷാ ആശങ്കകളെ തുടർന്ന് 16 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് യുകെ വിദേശകാര്യ ഓഫീസ് അടിയന്തര ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ബഹ്റൈൻ, സൈപ്രസ്, ഈജിപ്ത്, ഇറാൻ, ഇറാഖ്, ജോർദാൻ, കുവൈറ്റ്, ലബനൻ, ലിബിയ, ഒമാൻ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, തുർക്കി, UAE, യമൻ എന്നിവയാണ് മുന്നറിയിപ്പിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ. ബ്രിട്ടീഷ് പൌരന്മാർ യാത്രയ്ക്കിടെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അപ്രതീക്ഷിത യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നതിനാൽ തയ്യാറായിരിക്കണമെന്നും FCDO നിർദ്ദേശിച്ചു. ഇത് ഔദ്യോഗികമായ യാത്ര ചെയ്യരുത് എന്ന മുന്നറിയിപ്പല്ലെന്നും നിലവിൽ സാധാരണ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഉപദേശം മാത്രമാണെന്നും FCDO വ്യക്തമാക്കി. ടെക്നോളജി കമ്പനികൾ സർക്കാർ മന്ത്രിമാരുമായി ജോലി ദിവസങ്ങളിൽ ദിവസേന ഒന്നിലധികം തവണ കൂടിക്കാഴ്ച നടത്തിയതായി ഗാർഡിയന്റെ അന്വേഷണ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ആമസോൺ, മെറ്റ, മൈക്രോസോഫ്റ്റ്, എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സ് എന്നിവ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ടെക് കമ്പനികൾ സർക്കാർ കേന്ദ്രങ്ങളിൽ നൂറുകണക്കിന് യോഗങ്ങൾ നടത്തിയതായാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗികവൽക്കരിച്ച ചിത്രങ്ങൾ സൃഷ്ടിച്ചതെന്ന ആരോപണത്തിൽ വിമർശനം നേരിടുന്ന എക്സിന്റെ ഗ്രോക്ക് AI ടൂളും വിവാദ കേന്ദ്രമായിട്ടുണ്ട്. 2 വർഷത്തെ 2023 മുതൽ 25 ഒക്ടോബർ വരെയുള്ള മന്ത്രിസഭാ യോഗ രേഖകളുടെ വിശകലനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനികളിലൊന്നായ ഗൂഗിളിന് ഏറ്റവും കൂടുതൽ പ്രവേശനം ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തി. ഏകദേശം 100-ലധികം മന്ത്രിതല യോഗങ്ങളാണ് ഗൂഗിൾ നടത്തിയിട്ടുള്ളത്. ബാലസുരക്ഷയും കോപ്പിറൈറ്റ് സംരക്ഷണവും ആവശ്യപ്പെടുന്ന സംഘടനകളെ അപേക്ഷിച്ച് ബിഗ് ടെക് കമ്പനികൾക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ സ്വാധീനം അതിശയിപ്പിക്കുന്നതും ആശങ്കാജനകവുമാണെന്ന് പ്രവർത്തകർ ആരോപിക്കുന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ ആദ്യ ദിനത്തിൽ ബ്രിട്ടീഷ് ക്വാളിഫയർ താരം ആർതർ ഫെറി ഇറ്റാലിയൻ 20ാം സീഡ് ഫ്ലാവിയോ കൊവാലിയെ നേരിട്ടുള്ള സെറ്റുകളിൽ പരാജയപ്പെടുത്തി. മെൽബൺ പാർക്കിൽ നടന്ന മത്സരത്തിൽ ലോക റാങ്കിംഗിൽ 155ാം സ്ഥാനത്തുള്ള 23-കാരനായ ഫെറി 7-6, 7-1, 6-4, 6-1 എന്ന സ്കോറിനാണ് ജയം സ്വന്തമാക്കിയത്. വിദേശ ഗ്രാൻഡ് സ്ലാമിലെ മെയിൻ ഡ്രോയിലേക്കുള്ള ഫെറിയുടെ ആദ്യ മത്സരമായിരുന്നു. ഇന്ത്യ ന്യൂസിലാൻഡ് ഏകദിന പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് നടക്കും. പരമ്പരയിലെ വിജയിലെ തീരുമാനിക്കുന്ന നിർണായക പോരാട്ടം ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കും. ഇന്ത്യയും ന്യൂസിലാൻഡും ഓരോ വിജയങ്ങളുമായി തുല്യത പാലിച്ചതിനാൽ ഈ മത്സരം യഥാർത്ഥത്തിൽ ഫൈനൽ തന്നെയാണ്. ഇൻഡോറിൽ വിജയം സ്വന്തമാക്കുന്ന ടീമിന് പരമ്പര സ്വന്തമാക്കാം. വഡോദരയിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ 4 വിക്കറ്റ് വിജയത്തോടെ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ച ഇന്ത്യ അവസാന മത്സരത്തിൽ വിജയിച്ച് പരമ്പര സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ. നോർത്താംപ്ടണിൽ അന്തരിച്ച ഡോക്ടർ ഷാജി ജോസഫിന് നാളെ
യാത്രാമൊഴിയേകും. കോട്ടയം പൂത്രപ്പള്ളി പടിഞ്ഞാറെ വീട്ടിൽ കുടുംബാംഗമാണ് അദ്ദേഹം. ഹോമിയോപ്പതിയിൽ ബിരുദധാരിയായ അദ്ദേഹം യുകെയിലും നാട്ടിലുമായി പ്രാക്ടീസ് നടത്തിയിരുന്നു. നോർത്താംപ്ടണിലെ ദി കാത്തോലിക് കത്തീഡ്രൽ ഓഫ് അവർ ലേഡി ഇമാക്കുലേറ്റ് ആൻഡ് സെന്റ് തോമസ് ഓഫ് കാന്റർബറി കത്തീഡ്രലിൽ വെച്ച് നാളെ രാവിലെ 11 മണിക്ക് അന്ത്യോപചാര കർമ്മങ്ങൾ ആരംഭിക്കും. കുർബാനയ്ക്ക് ശേഷം അന്ത്യാഞ്ജലി അർപ്പിക്കുവാനും പൊതുദർശനത്തിനുമുള്ള അവസരം ക്രമീകരിച്ചിട്ടുണ്ട്. തുടർന്ന് മൃതദേഹം കിങ്സ് തോർ സെമിത്തേരിയിൽ എത്തിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് സംസ്കാരം നടത്തും. സിപിഐഎം കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ കേരളത്തെ സംബന്ധിച്ച ആശങ്ക. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായത് വലിയ തോൽവിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. രാഷ്ട്രീയ സംഘടനാ ദൌർബല്യങ്ങൾ തുടരുകയാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഈ ദൌർബല്യങ്ങൾ പരിഹരിക്കുവാൻ കഴിഞ്ഞില്ലെന്നും ദൌർബല്യങ്ങൾ അതിവേഗം പരിഹരിക്കാനായില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയുണ്ടാകുമെന്നാണ് റിപ്പോർട്ടിലുള്ളത്. നായർ ഇഴവ ഐക്യം അനിവാര്യമാണെന്നും കൂട്ടായ്മ മറ്റു സമുദായങ്ങളുടെ അവകാശം പിടിച്ചുപറ്റാനല്ലെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. താൻ മുസ്ലിം വിരോധിയല്ലെന്നും മുസ്ലിം ലീഗിലെ വർഗീയതയാണ് എതിർക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. ഇന്നലെ പൂത്ത തകരയാണ് VD സതീശനെന്നും അദ്ദേഹം പറഞ്ഞു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ ഇന്ന് കൊടിയിറങ്ങും. സമാപന സമ്മേളനം വൈകിട്ട് 4 പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മോഹൻലാലാണ് മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മന്ത്രി K രാജൻ അധ്യക്ഷനാകും. സ്വർണ്ണക്കപ്പിനായി കണ്ണൂരിന്റെ മുന്നേറ്റം തുടരുന്നു. ഒപ്പത്തിനൊപ്പം തൃശൂർ, കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട് എന്നീ ജില്ലകളുമുണ്ട്. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് മന്ത്രി V ശിവൻകുട്ടിയും മോഹൻലാലും കൈമാറും. സ്പീക്കർ AN ഷംസീർ മുഖ്യപ്രഭാഷണം നടത്തും. കണ്ണൂർ ഇരട്ടി എടക്കാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. കാക്കയിലാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വളർത്തുപക്ഷികളിൽ നിലവിൽ രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷികളെ കൊന്നൊടുക്കേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. അതേസമയം ഇരട്ടി നഗരസഭയിലും സമീപ പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.